ഫൈനൽ മത്സരത്തിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ജനകീയതല്ലേ മത്സരങ്ങൾ വികാസകർമ്മം വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ബോൾ ബോയ്സ്, ബോൾ ഗേൾസ് എന്നീ നിലകളിൽ കൊണ്ടിരിക്കുന്നത്. സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. വിജയത്തിന് എല്ലാ അർത്ഥത്തിലും സഹായ സഹകരണ ഭാരവാഹികളെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ചെന്നൈയുമായി പരിചയപ്പെടുന്നു. എയർഫോഴ്സുമായി പരിചയപ്പെടുന്ന മുഖ്യാതിഥികൾ ശരീരത്തിന് അഭിനന്ദന നിരപക്ഷമാകുമ്പോൾ സ്മാരക അഭിനന്ദ ബോളിയുടെ ജേതാക്കൾ ഇന്ത്യൻ ഇൻകം ടാക്സ് 10-9 ഏതൊക്കെയുമെല്ലാം നമ്മൾ അറിയണം. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഇതിന്റെ ടീം ലീഡറായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ രംഗത്ത് തീർച്ചയായിട്ടും ഈ നാടിന്റെ അഭിമാനകരമായി കൊണ്ടുപോകുന്നതിന്റെ ഒരുമയുടെ കായിക സംഗീതമായിട്ട് ഈ പരിപാടി മാറ്റാൻ നമുക്ക് സാധിക്കും. രണ്ടാമതൊരു വലിയ ആവശ്യം ഇവിടെ പറഞ്ഞല്ലോ, അതുപോലെ മുഴുവനായിരുന്നു സംഘാടകരെല്ലാവരും. ചെറിയൊരു തുള്ളി മഴത്തുള്ളി വീഴുമ്പോൾ അങ്ങേയറ്റം ടെൻഷനിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ചുറ്റും മഴ പെയ്യും, ഇവിടെ മാത്രം മഴ പെയ്യും. രണ്ടാം ദിവസത്തെ കളി നടത്തുകയെന്ന ആശങ്കയുണ്ടായി. ടൂർണമെന്റ് കമ്മിറ്റി തീരുമാനിച്ചു കളി നടത്തിയിരിക്കും. മഴ മാറി കളി നടന്നുള്ളത് കയ്യിലെ കായിക പ്രേമികളുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അഭിമാനകരമായിട്ടുള്ള അനുഭവം. ഈ കളി ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഫൈനൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആവേശം നിറഞ്ഞിട്ടുള്ള മത്സരത്തിലായാലും കാണികളുടെ പങ്കാളിത്തത്തിലായാലും പൊതുവെ ചില സംഘാടനത്തിലായാലും ഏറ്റവും വലിയ നിലയിൽ ഞങ്ങളുടെ തന്നെ സംഘാടനത്തിന് സംഘാടനത്തിന് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ബാക്കിയും ചേർന്നായിട്ട് ആരോഗ്യമായിട്ട് ഉൾപ്പെടുന്ന ആളുകൾ ഞങ്ങളെല്ലാം ഒരു പൊതുവികാരം, ഞങ്ങൾക്കെല്ലാം യുവത്വം തിരിച്ചു കിട്ടിയതുപോലെ ആവേശം നൽകിയിട്ടുള്ള അനുഭവമാണ് പുതിയ തലമുറയിൽ
പഴയ തലമുറയും ചേർന്നിട്ടുള്ള ഈ ഒരു വലിയ ഒരുമ എന്ന് പറയുന്നത് അതിലെ വലിയ വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മികച്ച പ്രൈസ് പണി നൽകുന്ന ടൂർണമെന്റാണ് ഈ ഓൾ ഇന്ത്യ കൂടി. നമുക്കറിയാം, അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വലിയ വികാരവായ്പോടുകൂടി നമ്മുടെ ടീം ഗോപിനാട്ടിനെ വീണ്ടും 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 ഓർമ്മിക്കുന്ന സന്ദർഭമാണ്. ഗോപിനാട്ടിന്റെ പേരിലുള്ള സ്പോർട്സ് സംഘടന ഈ നാടിന്റെ കായികപരമായിട്ടുള്ള കലാപരമായ മറ്റെല്ലാ മേഖലയിലെയും ഒരുമയുടെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ആ ഒരു കരുത്തായിട്ട് നമ്മുടെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ളയാളാണ് ടി ഗോപിനാഥ്. അദ്ദേഹം തന്റെ കുടുംബത്തെക്കാളും തന്നെ ഒപ്പമുള്ളവരെക്കാളും സ്നേഹിച്ചത് നാടിനെയാണ്. നാടിന്റെ ഓരോരോ മേഖലയിലെ ഉന്നതിക്കും എന്നതാണ് അതൊരു വലിയ സ്വപ്നമാണ്. തീർച്ചയായിട്ടും പയ്യന്നൂർ ഇൻഡോർ ബോളിംഗ് കോർട്ട് നിർമ്മിക്കുന്നതിന് എല്ലാ നിലയിലുമുള്ള പരിശ്രമം ഈ പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ പയ്യന്നൂരിലെ കായിക പ്രേമികളെല്ലാം ചേർന്ന് നടത്തും എന്നുള്ള കാര്യം ഈ നാടിന്റെ വലിയ ഉറപ്പാണ്. അത്തരമൊരു കാര്യത്തിൽ വിജയം അതിൽ എല്ലാവർക്കും ഒന്നായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ഈ ഇൻഡോർ കോർട്ട് എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സാഫല്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാം എന്നത് ഗോപിനാഥിന്റെ സ്മൃതിയെ മുൻനിർത്തി ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് കൂടി പ്രഖ്യാപിക്കാം എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സമാപനത്തിൽ ഉടനീളം ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വോളിബോൾ സംഘങ്ങളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യൻ ടാക്സി ചെന്നൈ വിജയിച്ചു. എയർഫോഴ്സ് റണ്ണറപ്പായി. എയർഫോഴ്സിന്റെ ഏറ്റവും ആരാധനയുള്ള ഒരു ഗ്രൗണ്ടാണിത്. കുറച്ച് സങ്കടമൊക്കെയുണ്ട്. പക്ഷേ അന്തിമം പോയിന്റും വിജയമാണ് എന്നതുകൊണ്ട് എല്ലാവരും ആവേശത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ടാക്സിന്റെ വിജയത്തെ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ എയർഫോഴ്സ് റണ്ണറപ്പാണ്. അവരെയും ഈ ടൂർണമെന്റ് കമ്മിറ്റി നാട്ടുകാരും ചേർത്ത് പിടിക്കുന്നു. വനിതാ വോളിബോളിന്റെ വിധി ഇന്ന് ഫൈനലായിരുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരത്തിന്റെ അവസാന തീരുമാനം. ആ മത്സരത്തിൽ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അല്ലെ ICF ചെന്നൈയാണ് ഈ ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത്. റണ്ണറപ്പ് കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി സർവീസ് അവരിവിടെയുണ്ട്. മറ്റവര് ഈ ഗ്യാലറി മുഴുവനും ഇടയ്ക്ക് മറിച്ച് ആവേശമായി മാറ്റിയിട്ടുള്ളത് രമേശനാണ്. രമേശന് ഏറ്റവും മികച്ച കാണിക്കുന്ന അവാർഡ് നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന ഇങ്ങനെ എത്രയോ പേരുടെ ഒത്തുചേരുന്ന ആളും ഈ ഗോവിന്ദ സഭയുടെ അഖിലേന്ത്യാ പപ്പായി പരിവേഷപ്പെട്ട സ്നേഹോപഹാരങ്ങൾ from Cameroon.
ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രതിരോധത്തിലും ഒരുപാട് ഇതിന് ഇന്റർനാഷണലായി ഒരിക്കൽ കൂടി കഴിയുന്നതിൽ തിരിച്ചു വരാൻ എല്ലാവരും ആശംസകൾ നേരുന്നു. അല്ലെങ്കിൽ നാളെ ഷോക്കേസിൽ ആരംഭം ചെയ്യുന്ന മറ്റൊരു സുവർണ ദിവസത്തിനാണ് സമാപിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് നിർണായകമായ ഫൈനൽ മത്സരത്തിൽ ആദ്യ 2 സെറ്റിൽ പരാജയപ്പെട്ടു. പിന്നീട് 2 സെറ്റുകളെ തിരിച്ചു വന്നു. പക്ഷേ 5ാം സെറ്റിൽ ഒരിക്കൽ കൂടി മത്സരത്തിൽ കീഴടങ്ങേണ്ടി വന്നു. നിരഞ്ജന കൈയ്യോടുകൂടി ഇന്ത്യ എയർഫോഴ്സിനെ യാത്രയാക്കുന്നു. വീണ്ടും കൈകളിൽ കാണാവുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നമ്പർ 2 അരവിന്ദ് President takes the first. Let's go. Good fighting. Here's number 11. Here's number. One all. Only another video. Marat Chowdhury. ശക്തമായി പ്രതിരോധിക്കുന്നു. നമ്പർ 17 ഈ സർവീസിലുള്ള മറ്റൊരു പോയിന്റ് കൃത്യമായ ശ്രദ്ധേയമായ മുന്നേറ്റം 4-2 എന്ന പോയിന്റിൽ ബ്യൂട്ടിഫുൾ സെറ്റിംഗ്. 5ാം നമ്പർ താരത്തിന്റെ മറ്റൊരു പോയിന്റ് ലഭിക്കുമ്പോൾ ആദ്യ സെറ്റിൽ 3-4 എന്നതാണ് പോയിന്റ്. കൃത്യമായി പന്ത് ലക്ഷ്യത്തിലെത്തിക്കുന്നു. 10ാം നമ്പർ താരത്തിന്റെ മറ്റൊരു പോയിന്റ് 5-3. Only to the net, over 2 Indian Air Force. Good service. Marat Chowdhury made service. ഒരു പോയിന്റ് കൂടി Indian Air Force 7-4. Over 2 Income tax 5-7.
who is outside of the Indian Air Force. 8-1. Good spiking. Ball is touch out. Jersey number 9 serving Nanchil. The two zone attack jersey number 3 Manat Chowdhury. 14-7. 14-7. Number 3 Manat Chowdhury തന്നെ സർവ് ചെയ്യുന്നു. കാണാം നമുക്ക് Manat Chowdhury. Jersey number 11 service. Asiras. Is outside. 1 more point Indian Air Force. Is the team setter? 2-6. Proceed service window. Good defense. നായകൻ ഷമി കൃത്യമായ പ്രതിരോധത്തിൽ പഴയ സ്റ്റേറ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെയാവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.